എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത് നമ്മുടെ ഈ വർഷത്തെ അതായത് 2021 സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട കണക്കുകൾ നിങ്ങളോട് പറയാനാണ് ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയമസഭാ ഇലക്ഷന് വേണ്ടി അന്തിമ വോട്ടർ പട്ടിക തയ്യാറായിട്ടുണ്ട്. അതിൻ്റെ അപ്രൂവൽ ഇലക്ഷൻ കമ്മീഷനിന് കിട്ടിയിട്ടുണ്ട്. അതനുസരിച്ച് 20-ാം തീയതി അതായത് ഇന്നലെ ഇത് പ്രസിദ്ധീകരിക്കുകയുണ്ടായി, പബ്ലിഷ് ചെയ്തു. അതിൻ്റെ അർത്ഥമാണ് ദിസ് ഈസ് അവൈലബിൾ ഫോർ വെരിഫിക്കേഷൻ ഓഫ് ദ വോട്ടേഴ്സ്. പരിശോധനയ്ക്ക് ആയി ഇത് CEO-ന്റെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. CEO-ന്റെ വെബ്സൈറ്റിൻ്റെ പേര് ആണ് www.ceokerala.gov.in. ഈ സൈറ്റിലേമുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇത് ഞാൻ പറഞ്ഞതിന് ശേഷം ഒരു ചെറിയ ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിക്കാം എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനെപ്പറ്റി പറയാം. ആദ്യമായിട്ട് പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. ഈ 1.5 മാസം നിന്ന നമ്മുടെ ഈ സ്പെഷ്യൽ സമ്മറി റിവിഷൻ ക്യാമ്പയിനിൻ്റെ ഭാഗമായിട്ട് ഡിസംബർ 31-ാം തീയതി വരെ നമുക്ക് ഏകദേശം 10 ലക്ഷം അപേക്ഷ കിട്ടിയിരുന്നു. ഡിസംബർ 31-ാം തീയതി വരെ ഈ അപേക്ഷകൾ എല്ലാം 15 ദിവസത്തിന് ഉള്ളിൽ സമയബന്ധിതമായി പരിശോധിക്കാൻ അതായത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർമാർ അതായത് കളക്ടർമാർക്കും ഇലക്ടോറൽ രജിസ്ട്രേഷൻ ഓഫീസേഴ്സ് അതായത് തഹസിൽദാർമാർക്കും BLOമാർക്കും പിന്നെ ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സ് അതായത് താലൂക്കിലുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റേഴ്സും ഇവരെ എല്ലാം വളരെ വിശദമായിട്ട് പരിശോധിച്ചു. പരിശോധിച്ചതിന് ശേഷം കുറച്ച് അപേക്ഷകൾ അത് നിരസിച്ചു, കുറച്ച് അക്സെപ്റ്റ് ചെയ്തു, കുറച്ച് ഡിലീറ്റ് ചെയ്യാനായിരുന്നു, കുറച്ച് ഷിഫ്റ്റ് ചെയ്ത ആൾക്കാരായിരുന്നു, കുറച്ച് ഈ സ്ഥലം മാറ്റി പോയ ആൾക്കാരായിരുന്നു. അപ്പോൾ അന്തിമ വോട്ടർ പട്ടിക അനുസരിച്ച് ആകെ വോട്ടർമാരുടെ എണ്ണം 2,67,31,509. അതായത് ഞാൻ വീണ്ടും പറയാം, 2,67,31,509 ഇതാണ്. അപ്പോൾ സംക്ഷിപ്ത വോട്ടർ പട്ടികയുടെ ഇതിനു മുൻപ് ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് നമ്മൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അത് നോക്കുമ്പോൾ ഏകദേശം ഈ ഇൻക്രീസ് ഇൻ ദ വോട്ടേഴ്സ് 5,79,083 വോട്ടേഴ്സാണ് ഇതിൽ ആഡ് ചെയ്തത്. ദിസ് ഈസ് ദ നെറ്റ് എഡിഷൻ. 5,79,833 ഇത്ര എഡിഷൻസ് ആണ് ആയത്. ഡ്രാഫ്റ്റ് വോട്ടർ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന വോട്ടർമാരുടെ എണ്ണം 2,63,08,087 ആയിരുന്നു. അപ്പോൾ 63-ൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഡിലീഷനായി 156,413 ഇത്രയും പേരെ ഡിലീറ്റ് ചെയ്തതാണ്. അതായത് ഈ 3 കാറ്റഗറിയിലാണ് ഇത് ഡിലീറ്റ് ചെയ്ത ആൾക്കാർ. അതായത് ഈ മരണപ്പെട്ടവർ, താമസം മാറിയവർ, പിന്നെ ഇരട്ടിപ്പ്, ഈ 3 കാറ്റഗറിയിൽ ഏകദേശം 156,413. ഞാനൊരു പ്രസ് റിലീസ് തയ്യാറാക്കിയിട്ടുണ്ട്. ഐ വിൽ ഗിവ് ഇറ്റ് ടു യു, ഡോണ്ട് വറി.
it will come. I am just telling it in advance. We have prepared a brief press release containing all these details. It will be shared with you. Pardon? 1,56,000 പേര്. കാരണം പ്രധാനപ്പെട്ട ഉദ്ദേശം ഈ റിവിഷൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്, ടു ഇംപ്രൂവ് ദ പ്യൂരിറ്റി, ഇതിൻ്റെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് എല്ലാ വർഷം നമ്മൾ ഈ വോട്ടർ പട്ടിക അങ്ങനെ റിവൈസ് ചെയ്യുന്നത്. അതായത് ഓരോ വർഷത്തിനുള്ളിൽ ചില ആൾക്കാർ മാറ്റിപ്പോയി, ഇഷ്ടം മാറ്റിപ്പോയി കാണും, ചില ആൾക്കാരെ മരിച്ചുപോയി കാണും, ചില ആൾക്കാരെ ഡബിൾ എൻട്രീസ് ഒക്കെ ഉണ്ടായിരിക്കും. ഈ കാറ്റഗറിയിലാണ് ഈ 1.56, അതായത് 1,56,413 ഇതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ ഡിലീറ്റ് ചെയ്തതിന് ശേഷമുള്ള കണക്കാണ് ഈ 2.67 ഉണ്ട്. അപ്പോൾ ആകെ നമ്മുടെ നിയമസഭയിലെ വോട്ടർമാരുടെ എണ്ണം 2,67,31,509 ആയിരിക്കും. ഇതാണ് വോട്ടർ പട്ടിക 31-ാം തീയതി വരെ കിട്ടിയ അപേക്ഷകളുടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, കാരണം വീണ്ടും ആൾക്കാർ ചോദിക്കുകയാണ്, വെദർ is there any chance to add more names? Certainly there is a chance. We have not closed the online process of accepting the applications. This is going on, but their names will come in the supplementary list, which will be published when the elections are announced. So next 2-3 months കൂടി ഉണ്ട്. അപ്പോൾ ജനങ്ങൾ ഇനിയും ഈ വോട്ടർ പട്ടികയിലെ വരാത്ത ആൾക്കാർക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം, പേര് ചേർക്കാനുള്ള അവസരം ഉണ്ട്. ഈ ആകെ വോട്ടർമാരുടെ എണ്ണത്തിൽ ശരിക്കും നിയമപ്രകാരം നാമനിർദ്ദേശ പത്രിക വിഡ്രോൾ ചെയ്യുന്ന തീയതിൻ്റെ തൊട്ട് 10 ദിവസം മുൻപ് വരെയാണ്. അതിലൊരു ചെറിയൊരു പ്രശ്നം ഉള്ളത്, അവസാനം വരെ അപേക്ഷ കിട്ടുമ്പോൾ ചിലപ്പോൾ അത് പരിശോധിക്കാൻ സമയം കിട്ടാത്തത് കൊണ്ട് ചില ആൾക്കാരെ ഇത് വോട്ടർ പട്ടികയിൽ വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ടാണ് നേരത്തെ തന്നെ അപേക്ഷ കൊടുത്താൽ, ഇപ്പോൾ ഈ സ്പെഷ്യൽ ക്യാമ്പയിൻ നടത്തിയത് കൊണ്ടാണ് 10 ലക്ഷം അപേക്ഷ കിട്ടിയത്. അല്ലെങ്കിൽ കഴിഞ്ഞ വോട്ടർ പട്ടിക 2020 ഫെബ്രുവരിയിലാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത്. കഴിഞ്ഞ വർഷത്തെ ഫെബ്രുവരിയും പിന്നെ നമ്മൾ ഈ ഡ്രാഫ്റ്റ് വോട്ടേഴ്സ് ലിസ്റ്റ് നവംബറിലാണ് പ്രസിദ്ധീകരിക്കുക. അതായത് 9 മാസത്തിനുള്ളിൽ 66,000 പേരെ ആഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. 67, ബിക്കോസ് സ്വമേധയോ അങ്ങനെ ആൾക്കാരെ ചെയ്യാറില്ല. അതുകൊണ്ടാണ് ഈ യുദ്ധകാലാടിസ്ഥാനത്തിൽ നമ്മൾ ഈ സമ്മറി റിവിഷൻ ക്യാമ്പയിൻ നടത്തുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർക്ക് അവസരം കിട്ടുന്നത്. അവർക്ക് ഒരു പ്രചരണം പരിപാടികൾ ഒരുപാട് ഈ അഡ്വർടൈസ്മെന്റ്. ഐ താങ്ക് ദ പ്രേസ് ഓൾസോ ദാറ്റ് ദേ ഹാവ് പ്ലേഡ് എ വെരി പ്രോആക്റ്റീവ് റോൾ ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ദി മെസ്സേജ് ആൻഡ് ടു മോട്ടിവേറ്റ് ദ പീപ്പിൾ ടു അപ്ലൈ. അതുകൊണ്ടാണ് 10 ലക്ഷം അപേക്ഷ കിട്ടിയത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു ഏകപക്ഷീയമായിട്ട് ചെയ്താൽ ഇൻ ദ ഡ്രാഫ്റ്റ് റോൾ വി കുഡ് ആഡ് ഓൺലി 66,000 വോട്ടേഴ്സ്. പക്ഷേ ഈ 1.5 മാസത്തിനുള്ളിൽ തന്നെ 5.7 lakhs നമുക്ക് ആഡ് ചെയ്യാൻ സാധിച്ചു. ദിസ് ഈസ് ബിക്കോസ് വി ആർ ഗിവിംഗ് ലോട്ട് ഓഫ് പബ്ലിസിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റി ആസ് വെൽ ആസ് വി ആർ എക്സ്പ്ലെയിനിങ് ദ പ്രോസസ് ടു ദ വോട്ടേഴ്സ്. ഈ പ്രക്രിയ എന്താണ്, ഇത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഏത് അപേക്ഷയാണ്, എങ്ങനെ പൂരിപ്പിക്കണം, എങ്ങനെ കൊടുക്കണം എന്നെ കൂടി ഞങ്ങൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികൾ നടത്തുക ഉണ്ടായി. ഈ ടോട്ടൽ വോട്ടേഴ്സിലെ കൂടുതൽ സംഖ്യ സ്ത്രീ വോട്ടർമാരുടെയാണ് ഉള്ളത്. ഇതിൽ 1,39,79,263, പുരുഷന്മാരുടെ 129,5202. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ് ഉള്ളത്, കഴിഞ്ഞ പ്രാവശ്യം 74 മൂന്നാം ലിംഗക്കാർ ഉള്ള ആൾക്കാരായിരുന്നു. ഈ പ്രാവശ്യം ഈ സംഖ്യ 221 കൂടിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ജെൻഡേഴ്സ് ഓൾസോ ആർ ടേക്കിംഗ് പാർട്ട് ആൻഡ് ദേ ആർ അപ്ലൈയിങ് ആൻഡ് ദേ ആർ ബിക്കമിംഗ് വോട്ടേഴ്സ് ഇൻ ആർ വോട്ടേഴ്സ് ലിസ്റ്റ്, ഐഡന്റിഫൈങ് ദം ഏജ് ട്രാൻസ്ജെൻഡേഴ്സ്. അല്ലെങ്കിൽ നേരത്തെ അവർക്ക് മടിയായിരുന്നു, അവർ മുന്നോട്ട് വരികയില്ല. 2009 മുൻപ് 0 ആയിരുന്നു ഈ സംഖ്യ. There may be they might have enrolled in the category of male or female, but they were not identifying them as transgenders. So this is a very good development in the state
that whatever atmosphere is created by the state government, by the official machinery, by all of us, സൊസൈറ്റിയിലെ ഈ ആൾക്കാരെ മടിയില്ലാതെ അവരെ ട്രാൻസ്ജെൻഡർ ആണ് എന്നുള്ള ഒരു കാര്യം പറയാൻ അവർക്ക് ധൈര്യം ഉണ്ട്, ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു. ദിസ് ഇസ് ദ ഇൻഡിക്കേഷൻ ദാറ്റ് ദിസ് ഇയർ 221 transgenders have enrolled them as voters, as transgenders. ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ് മാലപ്പുറം ജില്ലയിലാണ്. 32,14,943. 32,14,943. Then ഏറ്റവും കുറഞ്ഞ് വയനാട്ടിലെ 6,07,068. സോറി, ഞാനത് തെറ്റിപ്പോയി. മാലപ്പുറം ജില്ലയിലാണ് 32 ഏറ്റവും കൂടുതൽ വോട്ടേഴ്സ്. സ്ത്രീമാരുടെ സംഖ്യ ഇപ്പോൾ പറയാം. സ്ത്രീകളുടെ സംഖ്യ അതിലെ 16 lakhs. ഏറ്റവും കൂടുതൽ സ്ത്രീ വോട്ടർമാരുടെ ജില്ലയാണ് മാലപ്പുറം. 16,07,000. ഔട്ട് ഓഫ് ദിസ് 32, ടോട്ടൽ ഈസ് 32 lakhs. ദെൻ ഏറ്റവും കൂടുതൽ ഈ മൂന്നാം ലിംഗക്കാർ ആയിട്ടുള്ള സഹോദരന്മാർ ഉള്ളത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ്. 57. ദെൻ 80 വയസ്സിന് മേൽ പ്രായമുള്ള വോട്ടർമാർ, those who have completed 80 years, they are 6,21,000. then ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ സംഖ്യയാണ് 1,33,005. സർവീസ് വോട്ടേഴ്സ്, അതായത് ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ, ആർമിയിൽ ജോലി ചെയ്യുന്ന ആൾക്കാരെ, പിന്നെ CRPF, CISF ആ കാറ്റഗറിയിലെ ഉള്ള ആൾക്കാരുടെ ആണ് ഈ സർവീസ് വോട്ടേഴ്സ് നമ്മൾ പറഞ്ഞത്. 56,759. NRI വോട്ടേഴ്സ് കൂടിയിട്ടുണ്ട് കുറച്ച്. കഴിഞ്ഞ പ്രാവശ്യം 89 ആയിരുന്നു. ഈ പ്രാവശ്യം ഇത് 90,000 ആയിട്ടുണ്ട്. 90,709 പ്രവാസി വോട്ടേഴ്സ്. ഏറ്റവും കൂടുതൽ NRI വോട്ടർമാരാണ് കോഴിക്കോട് ജില്ലയിലെ 34,216. ദെൻ മറ്റൊരു ഹൈലൈറ്റ് ഈ വർഷത്തെ ഈ സംക്ഷിപ്ത വോട്ടർ പട്ടിക പുതുക്കലിൻ്റെയാണ്. കന്നി വോട്ടർമാർ കൂടിയത് 2.99, 2,99,000. This is a major highlight because those who have crossed 18 years, this is a major highlight because our target was this group. കന്നി വോട്ടർമാർ ഏകദേശം 3 ലക്ഷം അത് ഇതിൽ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഈ കന്നി പ്രായം ഈ 18-19 പ്രായത്തിൽ ഉള്ള വോട്ടർമാരുടെ സംഖ്യ കോഴിക്കോടിലാണ്. 40,867. അപ്പോൾ these are some of the highlights. As I indicated earlier, ഈ അന്തിമ വോട്ടർ പട്ടിക വന്നതിന് ശേഷം നമ്മുടെ ഈ പോളിംഗ് സ്റ്റേഷൻസിന്റെ എണ്ണം കൂടി ഇപ്പോൾ വർദ്ധിച്ചിരിക്കുകയാണ്. As you know that Election Commission have fixed the guideline, ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. 1000 പേരെ മാത്രമേ ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോകാൻ പാടുള്ളൂ. ഇത്രയും ആൾക്കാർക്ക് ഒരു പോളിംഗ് സ്റ്റേഷനിൽ വോട്ട് ചെയ്യാൻ സാധിക്കും. ഈ മാനദണ്ഡം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണക്കാക്കിയത് ഇപ്പോൾ കണക്ക് ആക്കിയപ്പോൾ 15,730 പോളിംഗ് സ്റ്റേഷൻസ് കൂടിയിട്ടുണ്ട്. നിലവിലുള്ള 25,041 നിലവിലുള്ള പോളിംഗ് സ്റ്റേഷൻസ് പ്ലസ് 15,730. ആകെ പോളിംഗ് സ്റ്റേഷൻസിൻ്റെ എണ്ണം 40,771. ഈ കോവിഡിൻ്റെ സാഹചര്യത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരിക്കും. 40,771. അവസാനം പറയാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വോട്ടർ പട്ടികയിലെ പേര് ചേർക്കുവാൻ വോട്ടർമാർക്ക് അനുവദനീയമായ മാറ്റങ്ങൾ വരുത്താനും ഓൺലൈൻ തുടർന്ന് അപേക്ഷിക്കുവാനും www.nvsp.in എന്നുള്ള ഒരു സൈറ്റാണ്. ആ പ്രസ് റിലീസ് ഒന്ന് കൊടുക്കാമോ? എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ദെൻ നൗ ഐ വിൽ കം ടു എ വെരി ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് വിച്ച് ബിക്കോസ് പീപ്പിൾ നോ ഹൗ ടു വെരിഫൈ ദെയർ നെയിം. അതിൻ്റെ ചെറിയ ഒരു ഡെമോൺസ്ട്രേഷൻ ഞങ്ങൾ നിങ്ങളെ കാണിക്കാം. എങ്ങനെയാണ് ഒരു ബൂത്തിൽ നിങ്ങളുടെ പേര് ഉണ്ടോ ഇല്ല എന്ന് നോക്കാൻ വേണ്ടി. മനോജ് ഒന്ന്
He is my computer manager who manages the data in my office. So Manoj will explain slightly. ഓരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യൂ രാജേഷ്. യു അവിടെ ഇത് അദ്ദേഹത്തിന് കൊടുത്താൽ മതി, അദ്ദേഹം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. യു എക്സ്പ്ലെയിൻ ദെയർ. ക്ലിക്ക് ചെയ്യൂ ഇലക്ടോറൽ റോൾ. ഈ സൈറ്റിൽ പോയിട്ട് ഇലക്ടോറൽ റോൾ എന്നുള്ള ഒരു ഒന്ന് ക്ലിക്ക് ചെയ്തോ മനോജ്? പതിക്ക് പതിക്ക്. ഒരു ബൂത്തിന്റെ കാണിക്കൊന്ന് മോഡോ. ദിസ് ഈസ് വെരി സിമ്പിൾ. അത് കമ്പ്യൂട്ടർ എല്ലാ ആൾക്കാർക്കും അത് ചെയ്യാൻ പറ്റും. ബൂത്ത് നമ്പർ അറിയണം, ആ ബൂത്ത് അതിൽ പോയാൽ മതി. ഫസ്റ്റ് ഡിസ്ട്രിക്ട്, ദെൻ ഗോ ടു ദ കോൺസ്റ്റിറ്റ്യുവൻസി, ദെൻ ഗോ ടു ദി ബൂത്ത്. അവിടെ നിങ്ങൾ നോക്കിയാൽ മതി നിങ്ങളുടെ പേരുണ്ടോ. അത് വന്നിട്ടില്ല മനോജ്? Then we are giving this voters list to the political parties. അതായത് താലൂക്ക് ഓഫീസിലെ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മുഴുവൻ ലിസ്റ്റ് ഒരു സോഫ്റ്റ് കോപ്പിയും ഒരു ഹാർഡ് കോപ്പിയും ബൂത്ത് വൈസ് അതായത് കോൺസ്റ്റിറ്റ്യുവൻസിയിലെ താലൂക്ക് ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ തഹസിൽദാർമാർ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസുമായി ഇത് പങ്കുവെക്കണം. ആ നിർദ്ദേശം പോയിട്ടുണ്ട്. എന്നാലും ജനങ്ങൾക്ക് ഇത് വെരിഫൈ ചെയ്യാൻ ഈ സൈറ്റിൽ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. അത് സ്ലോ ആണ്. എനിക്ക് because there is 2 crore, more than 2 crore 67 lakh. ആയിരം. Then this 15,000 ഞാൻ നേരത്തെ പറഞ്ഞ 15,730 ഓക്സിലറി പോളിംഗ് സ്റ്റേഷൻ സൈറ്റ് സ്ഥാപിക്കേണ്ടി വരും. ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് ഞങ്ങൾക്ക് കാണാം. അതായത് ഈ സ്കൂളുകളിൽ നേരത്തെ തന്നെ 4-5 ബൂത്ത്സ് ഉണ്ട് നേരത്തെ. അപ്പോൾ സ്പേസിൻ്റെ ഒരു വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ അവിടെ തന്നെ ഇൻ ദ പ്രിമൈസസ് ഓഫ് ദ സ്കൂൾ ഓൺലി വി ഹാവ് ടു സെറ്റ് അപ്പ്. വേറെ നിവൃത്തി ഇല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് അവിടെ ഉള്ള റോഡിൽ തന്നെ ഒരു ടെമ്പററി സ്ട്രക്ചറായിട്ട് ചെയ്യണം. ദൂരത്ത് പോകാൻ പാടില്ല, കാരണം വോട്ടർമാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ടെമ്പററി ഒരു സ്ട്രക്ചർ പോളിംഗ് ബൂത്ത് അവിടെ തന്നെ ഉണ്ടായിരിക്കണം. വെൽ 23-ാം തീയതി ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. അവിടെ ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരെ വിശദമായിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ അവിടെ അവതരിപ്പിക്കാൻ പോവുകയാണ്. തയ്യാറായിട്ടുണ്ട് ഏകദേശം എന്നാണ് എന്നോട് പറഞ്ഞത്. ഡ്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. ആ ഡ്രാഫ്റ്റ് എൻ്റെ മുൻപിൽ 23-ാം തീയതി അവർ പ്രസൻറ്റ് ചെയ്യും. വെൽ ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അത് അനാവശ്യമായിട്ട് കൺഫ്യൂഷൻ വരും. ഞങ്ങൾക്ക് ഒരു അന്തിമ ധാരണയിൽ എത്തട്ടെ. പോസ്റ്റൽ ബാലറ്റ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 കാറ്റഗറീസ് ആണ് ഉള്ളത്. അതാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ട് നിങ്ങൾ പങ്കുവെക്കാം. ഇപ്പോൾ ഇഫ് ഐ ടെൽ സംതിങ് ഇറ്റ് വിൽ ബി പ്രീമേച്യൂർ, അൺനെസസറി കൺഫ്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. ഐ വിൽ ടെൽ യു അറ്റ് ദ റൈറ്റ് ടൈം വെൻ വി ഫൈനലൈസ് ദ എൻറ്റയർ ഗൈഡ് ലൈൻസ്. ഇപ്പോൾ ഞാൻ എണ്ണം പറഞ്ഞില്ലേ, ഇത് ഈ ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്ട്രിക്ട് ലെവലിലെ ഉണ്ട്, താലൂക്ക് ലെവലിലെ ഇപ്പോൾ പ്രത്യേകം ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും ഇവിടെ. അപ്പോൾ അതിൻ്റെ പ്രക്രിയ പറയാം ഞാൻ. ഒരു ഫോം D വന്നിട്ടുണ്ട്. ഇപ്പോൾ ആ പ്രക്രിയ പ്രത്യേകമുണ്ട്. എങ്ങനെയാണ് കാസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ കാര്യം ഞങ്ങൾ പറയാം വെൻ വി ആർ ക്ലിയർ അബൌട്ട് എവറിഥിങ്. ഇത് വന്നോ?
അപ്പോൾ ഇവരുടെ ആരുടെയെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു ആള് ചോദിച്ചാൽ അത് കാണിക്കാൻ പറ്റുമോ? പോളിംഗ് ബൂത്ത് പറയാമോ എന്തെങ്കിലും? ഇഫ് സം ഓഫ് യു നോ യുവർ പോളിംഗ് ബൂത്ത്, പേര് ഉണ്ടോ ഇല്ല നിങ്ങളുടെ പരിശോധിക്കാം. ഇഫ് ഫോർ എ ടേസ്റ്റ്. ഇതാണ് ആ ലിസ്റ്റ്, ആ പോളിംഗ് ബൂത്തിലെ മുഴുവൻ. സോ യു ക്യാൻ ചെക്ക് അപ്പ് യുവർ നെയിം there. So we are creating this facility and we are giving this opportunity to the people. If still their name is not there, they can apply. So that ഈ supplementary list അവരുടെ പേര് വരും. ആരെങ്കിലും if somebody wants to know whether his or her name is there or not, you can check up there. പറഞ്ഞാൽ ഇപ്പോൾ കാണിക്കാം. എന്തെങ്കിലും മറ്റേ ചോദ്യമില്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കാം. ഇത്രയേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള വിവരങ്ങൾ. ബാക്കി പിന്നെ പാടൻ നോ നിയമപ്രകാരം അത് മാത്രം നമുക്ക് പറയാൻ പറ്റും. അത് ജനങ്ങളുടെ ഒരു അധികാരമാണ്. ഈ നോമിനേഷൻ വിഡ്രോളിൻ്റെ 10 ദിവസം മുൻപ് വരെ അപേക്ഷ സ്വീകരിക്കും. തീയതി ഇപ്പോൾ കിട്ടില്ല, അത് തീയതി കിട്ടിയാൽ പറയാം. ഓക്കെ, അതിനുവേണ്ടി ഇലക്ഷൻ കമ്മീഷനാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ അനാവശ്യമായിട്ട് ഈ അപ്പോൾ നടക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ കാര്യപരിധിയിൽ നമുക്ക് ഓൺലി ഊഹിക്കാൻ മാത്രമേ പറ്റും, അത്രേ ഉള്ളൂ. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. തയ്യാറെടുപ്പുകൾ നമ്മുടെ പോകുന്നുണ്ട് വളരെ യുദ്ധഗതിയിൽ. എപ്പോഴെങ്കിലും പ്രഖ്യാപനം വന്നാൽ നമ്മൾ ആ രീതിയിൽ തയ്യാറെടുപ്പ് പോവുകയാണ് മുന്നോട്ട്. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പോൾ ഈ ഒരു വോട്ടർ പട്ടിക തന്നെ ആയിരിക്കണമെന്ന് വാദിക്കുന്നത്. ഇപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളുടെ 2 വോട്ടർ പട്ടികയാണ്. ഒരു പഞ്ചായത്തുകളുടെ വേറെ വോട്ടർ പട്ടിക, ഞങ്ങളുടെ ഇത് ഇപ്പോഴാണ് ഞങ്ങളുടെ വോട്ടർ പട്ടിക ഇത് അപ്ഡേറ്റ് ആയത്. അപ്പോൾ വി ഡു ദ റിവിഷൻ എവറി ഇയർ. പക്ഷെ പഞ്ചായത്തുകളുടെ വോട്ടർ പട്ടികയിൽ എത്ര പ്രാവശ്യം അവർ റിവിഷൻ ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഇവിടെ എൻ്റെ പേരേ ഉണ്ട്, പക്ഷേ അവിടെ ഇല്ല എൻ്റെ പേര്. കാരണം അത് എൻ്റെ തെറ്റ് കൂടിയുണ്ട്. എനിക്ക് അവിടെ ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ ധരിച്ചിരിക്കുന്നത്. കാരണം ഇതിൽ എൻ്റെ പേരേ ഉണ്ട്. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്തിട്ടില്ല ഞാൻ. ഐ ഷുഡ് ഹാവ് അപ്ലൈഡ് ദെയർ ഓൾസോ. അതാണ് സംഭവിച്ചത്. നമ്മളൊന്നും പറയണ്ട, അതിനെപ്പറ്റി ഒന്നും പറയണ്ട. ഇലക്ഷൻ കമ്മീഷൻ വിൽ ഡിക്ലെയർ അറ്റ് ദ റൈറ്റ് ടൈം when they feel that all the preparations are in place. അത് കണ്ടിട്ടുണ്ടോ? ബട്ട് യു ഹാവ് നോട്ട് ടേസ്റ്റഡ്. ഐ തോട്ട് യു വിൽ ടേസ്റ്റ് മീ. ബട്ട് നിങ്ങളൊന്നും പോളിംഗ് സ്റ്റേഷൻ പറഞ്ഞില്ല. So we are giving this facility to the people. Anytime they can check up their name in the respective polling booths. Thank you very much. മീറ്റിംഗ് വിളിക്കാം തീർച്ചയായിട്ടും. ഇപ്പോൾ തയ്യാറെടുപ്പുകൾ പോവുകയാണ്. ഡേറ്റ് ആയിട്ടില്ല. പല മീറ്റിംഗ്സ് വിളിക്കേണ്ടി വരും. ഒന്ന് മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അവരോട് പറയേണ്ടതാണ്. ഈ കോവിഡിൻ്റെ ഗൈഡ് ലൈൻസ് എന്താണ്, പിന്നെ ഈ പ്രാവശ്യം ഓൺലൈൻ നോമിനേഷനിൻ്റെ ഒരു പ്രക്രിയ കൂടി തുടങ്ങാൻ പോവുകയാണ്. കൂടാതെ ഈ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാർ ഒഴിവാക്കണം, അവർ കാൻഡിഡേറ്റ് എന്തുകൊണ്ടാണ് ആക്കിയത്, അത് കൂടി ഇപ്പോൾ ഒരു പുതിയ ഒരു നിർദ്ദേശം വന്നിട്ടുണ്ട് എന്ന് പല കാര്യങ്ങളുണ്ട് അവരോട് പറയാൻ. ആ ഘട്ടത്തിൽ നിങ്ങളോട് പറയാം കാര്യങ്ങൾ. Okay, thank you.